السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد، സഹോദരങ്ങളെ, അൽ-അഖീദത്തുൽ വാസിത്തിയ്യയിൽ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ സിഫത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ വിവരിക്കാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ആയത്തുകളിൽ അടുത്തത് വഖൗലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏത് സിഫത്ത്, ഏത് വിശേഷണമായിരിക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഉദ്ദേശിച്ചത്? യാതൊരു സംശയവുമില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം എന്ന വിശേഷണമാണ്. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബ് പാരായണം ചെയ്യുന്ന ഏതൊരു മനുഷ്യനെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ ഓരോ സൂറത്തിലും, അഥവാ അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിരിക്കുന്നു. സൂറത്തു അത്തൗബ ഒഴികെ. സൂറത്തു അന്നംലിലാകട്ടെ 2 തവണ ഈ വാചകങ്ങൾ വന്നിരിക്കുന്നു. സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കത്തിനെ കുറിച്ച് ആ സൂറത്തിൽ കാണാം, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ ഈ പേരുകൾ ആവർത്തിച്ചിരിക്കുന്നു ഈ ആയത്തിൽ, റഹ്മാനും അതുപോലെ റഹീമും. എന്താണ് ഈ 2 പേരുകളുടെ അർത്ഥം? ഈ 2 പേരുകളിലുമുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന വിശേഷണമാണ്. പക്ഷേ ഇത് രണ്ടിലുമുള്ള വ്യത്യാസം എന്താണ്? റഹ്മാൻ എന്നാൽ ഫഅലാൻ എന്ന രൂപമാണതിന്. ഉദാഹരണത്തിന് ഗളബുണ്ട് എങ്കിൽ കോപം നിറഞ്ഞ ഒരാളെ എന്തു പറയും? ഗദ്മാൻ എന്ന് പറയും. അത് അറബിയിലെ ഫഅലാൻ എന്ന രൂപത്തിൽ വന്നാൽ ഉള്ള പദങ്ങളുടെ അർത്ഥം അങ്ങനെയാണ്. റഹ്മാൻ എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ റഹ്മത്ത്, കാരുണ്യം ഉള്ളവനാണ്. റഹീം എന്നാൽ അതിൻ്റെ അർത്ഥം അവൻ ആ റഹ്മത്ത് നൽകുന്നവനാണ്. ഇതല്ലാത്ത വിശദീകരണങ്ങൾ ഈ 2 പേരുകൾക്ക് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വല്ലാഹു അലം, കൂടുതൽ ശരിയായ വിശദീകരണം ഇതാണ്. റഹ്മാൻ എന്നാൽ അർത്ഥം ദുർ റഹ്മത്തിൽ വാസിഅ, റഹീം എന്നാൽ അർത്ഥം ദുർ റഹ്മത്തിൽ വാസില. റഹ്മാനിൻ്റെ അർത്ഥം ദുർ റഹ്മത്തിൽ വാസിഅ, അതിവിശാലമായ കാരുണ്യമുള്ളവൻ. റഹീം എന്നാൽ ദുർ റഹ്മത്തി അൽ വാസില, ആ റഹ്മത്ത് നൽകുന്നവനാണവൻ. അതുകൊണ്ടാണ് റഹീം എന്ന പേര് വന്നിട്ടുള്ള ഖുർആനിലെ സന്ദർഭങ്ങൾ നോക്കൂ. വകാന ബിൽ മുഅ്മിനീന റഹീമ, അവൻ മുഅ്മിനുകളോട് അവർക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. അതുപോലെ അന്നാസ്, ജനങ്ങളോട് റഹ്മത്ത് ചൊരിയുന്നവനാണ് എന്ന അർത്ഥത്തിലും റഹീം എന്ന പേര് വന്നത് കാണാം. പണ്ഡിതന്മാർക്കിടയിലുള്ള മറ്റൊരു അഭിപ്രായം, റഹ്മാൻ മുസ്ലിം എന്നോ കാഫർ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ദുനിയാവിൽ കരുണ ചൊരിയുന്നവൻ. റഹീം എന്നാൽ നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമായി കരുണ ചൊരിയുന്നവൻ. അങ്ങനൊരു അഭിപ്രായമുണ്ട്. പക്ഷെ വല്ലാഹു അലം, കൂടുതൽ ശരിയായ വിശദീകരണം ഇതാണ്. റഹ്മാൻ എന്നാൽ പരിപൂർണമായ, ഏറ്റവും വിശാലമായ റഹ്മത്തുള്ളവൻ. റഹീം എന്നാൽ റഹ്മത്ത് ചൊരിയുന്നവൻ. അതാണ് കൂടുതൽ ശരിയായ വിശദീകരണം.
ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിശദീകരണം ശരിയായ അഭിപ്രായമായി സൂചിപ്പിച്ചത് കാണാം. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എന്നാൽ അതിനെ ആമ്മ, ഖാസ്സ, റഹ്മത്തുൽ ആമ്മ, റഹ്മത്തുൽ ഖാസ്സ എന്നീ രണ്ട് രൂപത്തിൽ പറയാം. ഒന്ന് ആമ്മത്തായ റഹ്മത്ത് അഥവാ സകലർക്കും ലഭിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹു മലക്കുകളുടെ ദുആയായി ഖുർആനിൽ പറഞ്ഞത് കാണാം, റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ, സകലതിനെയും റഹ്മത്തിനാൽ മൂടിയവനെ, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ റഹ്മത്തുള്ളവനെ, അതുപോലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അറിവുള്ളവനെ. അള്ളാഹുവിൻ്റെ ഇൽമും അവൻ്റെ റഹ്മത്തും, അവൻ്റെ അറിവും അവൻ്റെ കാരുണ്യവും അവൻ്റെ ഏറ്റവും വിശാലമായ രണ്ട് വിശേഷണങ്ങളാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മുഴുവൻ ആളുകൾക്കും നൽകിയ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം. ആ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിമും കാഫറും നല്ല ആളുകളും മോശക്കാരും ഒക്കെ ഉൾപ്പെടും. ഒരു മനുഷ്യൻ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ, അവൻ ചലിക്കുന്നുണ്ട് എങ്കിൽ, അവൻ മിണ്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ, ഉറങ്ങുന്നുണ്ട് എങ്കിൽ, അവൻ ആഹാരം കഴിക്കുന്നുണ്ട് എങ്കിൽ, വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അവൻ അനുഭവിക്കുന്നത്. സകലർക്കും അത് ലഭിച്ചിരിക്കുന്നു. അതുപോലെ മൃഗങ്ങൾക്ക് പോലും അത് ലഭിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഫബിഹാ യതആതഫൂൻ വബിഹാ യതറാഹമൂൻ വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ. ആ കാരുണ്യം കൊണ്ടാണ് അവർ പരസ്പരം ദയ കാണിക്കുന്നത്, അനുകമ്പയും കാരുണ്യവും പടപ്പുകൾ പരസ്പരം കാണിക്കുന്നത്. വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ, ഒരു വന്യജീവി അതിൻ്റെ ജന്തുവിനോട് കരുണ കാണിക്കുന്നത് പോലും ഇതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, കടിച്ചു കീറുന്ന ജന്തുക്കൾ അവയുടെ കുട്ടികളോട് പെരുമാറുന്നത് നോക്കൂ നിങ്ങൾ, എന്ത് കാരുണ്യത്തിനാണ്. കടിച്ചു കീറുന്ന, ഒരാൾക്ക് അടുക്കാൻ പോലും സാധിക്കാത്ത ജന്തുക്കൾ, അത് അതിൻ്റെ ചെറിയ കുട്ടികളോട് പെരുമാറുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ, അള്ളാഹു നിശ്ചയിച്ച കാരുണ്യം കൊണ്ടാണ് ഈ ജന്തു, അതിൻ്റെ വന്യജീവികൾ അതിൻ്റെ കുട്ടികളോട് കരുണ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റഹ്മത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ സിഫത്തായ, അവൻ്റെ വിശേഷണമായ റഹ്മത്തുണ്ട്, അള്ളാഹുവിൻ്റെ മഖ്ലൂഖത്തായ, അവൻ സൃഷ്ടിച്ച കാരുണ്യവുമുണ്ട്. രണ്ടും രണ്ടാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ വിശേഷണമായ കാരുണ്യമുണ്ട്, അതുപോലെ അവൻ സൃഷ്ടിച്ച, അവൻ്റെ സൃഷ്ടിയായ കാരുണ്യമുണ്ട്. രണ്ടും രണ്ടാണ്. അള്ളാഹുവിൻ്റെ വിശേഷണം വേറെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെന്നാൽ അവൻ്റെ പടപ്പല്ല, അവൻ്റെ സൃഷ്ടിയല്ല, അത് അവനിലുള്ള അവൻ്റെ വിശേഷണങ്ങളാണ്. എന്നാൽ പടപ്പുകൾക്ക് അള്ളാഹു നൽകിയാൽ അത് അവൻ്റെ സൃഷ്ടിയാണ്. ഇപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹു റബ്ബുൽ ആലമീൻ 100 റഹ്മത്ത് നിശ്ചയിച്ചു. 100 എന്നാൽ റബ്ബ് സൃഷ്ടിച്ച അവൻ്റെ കാരുണ്യമാണ്. അതിൽ ഒന്ന് മാത്രമാണ്, ഒരൊറ്റ ഒന്ന് മാത്രമാണ് ആ 100 അള്ളാഹുവിൻ്റെ റഹ്മത്തിലെ 100-ൽ 1 മാത്രമാണ് ഈ ലോകത്തുള്ളത്. ബാക്കി മുഴുവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവൻ്റെ സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നോക്കൂ, ഈ ഒരു കാരുണ്യം എന്ന് പറയുന്നത്, അതുപോലെ ബാക്കി മുഴുവൻ പരലോകത്ത് അവൻ നിശ്ചയിച്ച കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തായ, അവൻ്റെ വിശേഷണമായ കാരുണ്യത്തിൻ്റെ അസറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളമാണ്. അള്ളാഹു അത്രയും കരുണയുള്ളവനാണ് എന്നതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പടപ്പുകളിൽ ഈ റഹ്മത്ത് പടച്ചിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് കാരുണ്യമുണ്ട്, അള്ളാഹുവിൻ്റെ ആമായ, അള്ളാഹുവിൻ്റെ സിഫത്തായ, അവൻ്റെ വിശേഷണമായ കാരുണ്യം, അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ കാരുണ്യം. അതുപോലെ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്ന കാരുണ്യമാകട്ടെ, അതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ടാണ്. ഒന്ന് എല്ലാവർക്കുമുള്ളത്, അതിൽ മുസ്ലിമും കാഫറും എല്ലാം ഉൾപ്പെട്ടു. മറ്റൊന്ന് പ്രത്യേകമായ കാരുണ്യമാണ്, അതവൻ മുഅ്മിനീങ്ങൾക്ക് നൽകുന്നതാണ്. അള്ളാഹു അതേക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, വസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, അത് നാം രേഖപ്പെടുത്തുന്നതാണ് ലില്ലദീന യത്തഖൂൻ, തഖ്വ പാലിക്കുന്നവർക്ക് വേണ്ടി.
അതുപോലെ അള്ളാഹു കുഫാറുകളെ കുറിച്ച് പറഞ്ഞു, ഉലൈക യഇസൂ മിർ റഹ്മതി, അവരെൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരായവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കാരുണ്യം ലഭിക്കില്ല. അതേത് കാരുണ്യമാണ്? ഖാസത്തായ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് മാത്രം ഒരുക്കി വെച്ചിട്ടുള്ള കാരുണ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ഒരു കാഫിറിന് ഒരിക്കലും ലഭിക്കുകയില്ല. പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന, നാളെ പരലോകത്ത് നൽകുന്ന റഹ്മത്ത്, അത് മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നേടിയെടുക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്നതാണ് ഒന്നാമത്തത്. അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. അള്ളാഹു പറഞ്ഞു, വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. വഅത്തിഉല്ലാഹ വറസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി. അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചാലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുക. രണ്ടാമത്തെ വഴി, അള്ളാഹുവിൻ്റെ കാരുണ്യം വേണോ, രണ്ടാമത്തെ വഴി ഇത് നേരത്തെ പറഞ്ഞതിൽ വിശാലമായ അർത്ഥത്തിൽ ഉൾപ്പെടും. അള്ളാഹുവിനെ റസൂലിനെയും അനുസരിക്കുക എന്നതിൽ വിശാലമായ അർത്ഥത്തിൽ ഉൾപ്പെടും. പക്ഷേ പ്രത്യേകമായി ഇത് പറയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിനക്ക് വേണോ, നീ മറ്റുള്ളവരോട് റഹ്മത്ത് കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ, ഈ ഹദീസ് ധാരാളം പണ്ഡിതന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അറിവ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്ന ഹദീസായിരുന്നു എന്നാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണയുള്ളവരോടാണ് അള്ളാഹു കരുണ ചൊരിയുക, അവർക്കാണ് അള്ളാഹു റഹ്മത്ത് ചൊരിയുക. ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമി പുറത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. യർഹംകും മൻ ഫിസ് സമാ, എങ്കിൽ സമായിലുള്ളവൻ, മുകളിലുള്ളവൻ നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശക്തമായ താക്കീത് നമുക്ക് കാണാം. പടപ്പുകളോട് ഒരുവൻ റഹ്മത്ത് കാണിക്കുന്നില്ലേ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യർഹമു ലാ യുർഹം. ആരാണോ റഹ്മത്ത് കാണിക്കാത്തത്, കരുണ കാണിക്കാത്തത്, അവന് റഹ്മത്ത് ലഭിക്കില്ല. താക്കീതാണത്. മറ്റൊരു റിവായത്തിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യർഹമു നാസ ലാ യർഹമുഹുല്ലാഹ്. ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല. മറ്റൊരു ഹദീസ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുൻസഉ റഹ്മതു ഇല്ലാ മിൻ ഷഖിയ്യിൻ. ഭാഗ്യം കെട്ട ഒരുവനിൽ നിന്നല്ലാതെ, ഷഖിയായ, ഷഖി എന്ന സഈദിൻ്റെ വിപരീതമാണ്. സഈദ് എന്നാൽ സൗഭാഗ്യവാൻ, ഷഖി എന്നാൽ ദൗർഭാഗ്യവാൻ. ഷഖിയായ, ഷഖാവത്ത് ബാധിച്ച ഒരുവനിൽ നിന്നല്ലാതെ റഹ്മത്ത് ഊരി മാറ്റപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, നബിയെക്കുറിച്ച് റബ്ബ് പറഞ്ഞത് എന്താണ്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത റസൂലാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനുകളോട് കാരുണ്യവും ദയയുമുള്ള റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കുറച്ച് ചെറുപ്പക്കാർ ദീൻ പഠിക്കാനായി വന്നു. 20 ദിവസം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മദീനയിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിക്കുകയാണ്. 20 ദിവസമായപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാരെ കാണാൻ, കുടുംബത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ ആഗ്രഹം തോന്നി. അവരെ കാണാനുള്ള ആഗ്രഹം പിടികൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് മനസ്സിലായി. സഹാബി പറയുകയാണ്, മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, വകാന റഫീഖർ റഹീമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റഫീഖായിരുന്നു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമായിരുന്നു, കരുണ ചൊരിയുന്ന, അതുപോലെ റിഫ്ഖ് കാണിക്കുന്ന റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ബാങ്ക് കൊടുക്കുക, എന്നിട്ട് ഖുർആൻ പഠിച്ചാൽ ഇമാമത്ത് നിൽക്കുക. ആ കൂട്ടത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ ഹദീസാണ് സല്ലു കമാ റഅയ്തുമുനി സല്ലി. മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങൾ നിസ്കരിക്കുക, സല്ലു കമാ റഅയ്തുമുനി സല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരുടെ അവരുടെ കുടുംബത്തിനരികിലേക്ക് ചെല്ലാനുള്ള അവരുടെ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുക്കുക. പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മജ്ലിസിൽ നിന്നാണ് പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ നിന്നാണ് അവരവരുടെ കുടുംബക്കാരുടെ അരികിലേക്ക് പോകുന്നത്. പൊയ്ക്കോളൂ, നിങ്ങൾ അവർക്ക് നിങ്ങൾ പഠിച്ചത് പഠിപ്പിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയാണ്. നബിയുടെ രണ്ട് വിശേഷണങ്ങൾ നോക്കൂ. ഒന്ന് റഫീഖ്, മറ്റൊന്ന് റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഫ്ഖ്, അവിടുന്ന് റിഫ്ഖ് കാണിച്ചിരുന്നു. റിഫ്ഖിൻ്റെ വിപരീതമാണ് ധൃതി കാണിക്കുക, അതുപോലെ വെപ്രാളം കാണിക്കുക, അതുപോലെ പരുഷമായി പെരുമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഫ്ഖോടെയായിരുന്നു ആളുകളോട് പെരുമാറിയിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക്, നബിയുടെ വീട്ടിലേക്ക് യഹൂദികൾ വന്ന് 3 തവണ അവർ നബിയോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും, സാം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അതിൻ്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബത്തു സൗദ, കരിഞ്ജീരകത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം, ഫീഹി ഷിഫാഉൻ മിൻ കുല്ലി ദ, എല്ലാ രോഗത്തിനും അതിൽ ശമനമുണ്ട്, ഇല്ല സാം, മരണമൊഴികെ. സാം എന്നാൽ മരണം എന്നാണ് അർത്ഥം. യഹൂദികൾ വന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിൻ്റെ പകരം അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് കാണാം, യുഹർരിഫൂൻ അൽ കലിമ അൻ മവാദിഇഹ്, വാക്കുകൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റാഇന എന്ന് പറയും. റാഇന എന്ന് പറയുന്ന സഹാബികൾ അത് പറയാറുണ്ടായിരുന്നത് ഒന്നിങ്ങോട്ട് എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ എന്നർത്ഥത്തിനാണ്. പക്ഷെ അവരത് പറയുന്നത് റാഇന, ഞങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢിയായ മനുഷ്യൻ നീയാണ് എന്നർത്ഥത്തിൽ, അത് വിളിക്കുന്ന അർത്ഥത്തിലാണ് അവർ പറയാറുള്ളത്. റാഇന അതിന് രണ്ടർത്ഥം, ദ്വയാർത്ഥമുള്ള ഒരു പദമാണ് ഖുർആൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ അതുകൊണ്ട് അത് പറയരുത്, മറിച്ച് നിങ്ങൾ ഉന്ദുർന എന്ന് പറയാൻ അള്ളാഹു പറഞ്ഞു. അത് നിങ്ങൾ നോക്കൂ, ആ പദത്തിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. യഹൂദികളിങ്ങനെ വാക്കുകൾ മാറ്റുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി അവരെന്താണ് പറയുന്നതെന്ന്. നബി പറഞ്ഞു അലൈക്കും, നിങ്ങൾക്കുണ്ടാട്ടെ. ആ മറുപടിയിൽ എന്തുണ്ട്? അവരെന്താണ് ഉദ്ദേശിച്ചത് അത് അവർക്കുണ്ടാകട്ടെ. വീണ്ടും രണ്ടാമത്തെ ആൾ പറയുകയാണ് അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലൈക്കും. മൂന്നാമൻ കയറുമെന്ന് പറയണം അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലൈക്കും. 3 തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സബർ നോക്കൂ, നിങ്ങൾ ക്ഷമ നോക്കൂ. ഉള്ളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ദേഷ്യം വന്നു. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഒരുത്തനല്ല, രണ്ടാമനല്ല, 3 പേര് വന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ രൂക്ഷമായി പ്രതികരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു വഅലൈക്കുമുസ്സലാമു വല്ലഅനതു യാ അബ്നാഅൽ ഖിറദതി വൽ ഖനാസിർ. നിങ്ങൾക്ക് മേലെ ഉണ്ടാകട്ടെ മരണവും അള്ളാഹുവിൻ്റെ ശാപവുമെല്ലാം ഖിൻസീറുകളുടെയും അതുപോലെ ഖിർദുകളുടെയും കുരങ്ങന്മാരുടെയും പന്നികളുടെയും മക്കളായ ആളുകളെ. കാരണം അവരുടെ പൂർവ്വപിതാക്കളെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ രൂപത്തിൽ രൂപം മാറ്റി കളഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഹലൻ യാ ആയിഷ. ആയിഷ പറയേണ്ടതില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ അവർ പറഞ്ഞങ്ങ് കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ തിരിച്ചു പറഞ്ഞത് നീ കേട്ടില്ലേ? അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തിരിച്ചവർക്ക് പറഞ്ഞു അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കുത്തരം നൽകും, അവർക്കുത്തരം നൽകിയില്ല. അവരുടെ ദുആക്ക് നമുക്കെതിരിൽ പറഞ്ഞതിന് അള്ളാഹു ഉത്തരം നൽകിയില്ല, നമ്മൾ അവർക്കെതിരിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തതിന് അള്ളാഹു ഉത്തരം നൽകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്
അള്ളാഹു ഏത് കാര്യത്തിനും റിഫ്ഖ് ഇഷ്ടപ്പെടുന്നു, സൗമ്യത ഇഷ്ടപ്പെടുന്നു. റിഫ്ഖ് എവിടെയുണ്ടോ ഇല്ല ജാന, റിഫ്ഖ് അതിനെ ഭംഗിയാക്കും, അലങ്കരിക്കും. റിഫ്ഖ് ഏതിൽ നിന്ന് ഊരിമാറ്റപ്പെട്ടുവോ ഇല്ല ഷാന, അതതിനെ കോലം കെടുത്തി കളയും, വിരൂപമാക്കി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുബ്ഹാനല്ലാഹ് റിഫ്ഖ് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് അവരുടെ ഉപദ്രവങ്ങൾ ക്ഷമിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുപോലെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെയാണ് അവരുടെ ഉപദ്രവങ്ങളിൽ സബർ കൈക്കൊണ്ടത് എന്ന് നോക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റഫീഖായിരുന്നു, അവിടുന്ന് അതുപോലെ റഹീമായിരുന്നു. സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കരുണ കാണിച്ചിരുന്നു. അവിടുന്ന് ഒരിക്കലും ഒരു പരുഷ ഹൃദയനോ, അവിടുന്ന് ഒരിക്കലും ഒരു കഠിന ഹൃദയനോ പരുഷ സ്വഭാവിയോ ആയിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ നോക്കൂ, ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഈ റഹ്മത്ത് സുബ്ഹാനല്ലാഹ് സകലരോടും കാണിക്കാൻ അള്ളാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. എത്രത്തോളം സുബ്ഹാനല്ലാഹ്, എത്രത്തോളം എന്നാൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളോട്, അള്ളാഹുവിൻ്റെ ദീനിന് എതിര് പ്രവർത്തിക്കുന്ന ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, അതുപോലെ ഫുസൂഖിൻ്റെ ഒക്കെ ആളുകളോട് അതിൻ്റെ തോതനുസരിച്ചുള്ള വിരോധവും അതിൻ്റെ തോതനുസരിച്ച് അള്ളാഹുവിന് വേണ്ടിയുള്ള കോപവും ഒരു മുഅ്മിനിന് ഉള്ളതോടൊപ്പം അവർ നന്മയിലേക്ക് വരണം എന്ന നസീഹത്ത്, ഗുണകാംക്ഷ, അതോടൊപ്പം അവരോടുള്ള ആ നിലക്കുള്ള റഹ്മത്ത് ഒരു മുഅ്മിനിന്, ഒരു മുസ്ലിമിനുണ്ടാവും. ഇങ്ങനെ ഇത് രണ്ടും ഒരാൾക്കുണ്ടാകുക, രണ്ടും എങ്ങനെ നടക്കും എന്ന് ചിലപ്പോൾ ചില ആളുകൾ സംശയിച്ചേക്കാം. അല്ല, അത് രണ്ടും ഒരാളുടെ കൽബിൽ ഒരുമിച്ചുണ്ടാകാൻ യാതൊരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്ങനെയാണത്? നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ അതിന് ഉദാഹരണം പറയാറുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരാൾ ഒരു രോഗം വന്ന് അതിന് മരുന്നായിക്കൊണ്ട് കൈപ്പേറിയ ഒരു മരുന്ന് കുടിക്കണം, ഒരു കഷായം കുടിക്കണം സങ്കല്പിച്ച് നോക്കി. കൈപ്പേറിയ ഒരു മരുന്ന്. എന്താണ് ആ മരുന്ന് കുടിക്കുമ്പോൾ അയാളുടെ വികാരം? അതിൻ്റെ കയ്പ് കൊണ്ട് അയാൾക്ക് ആ മരുന്ന് ഇഷ്ടമല്ല. പക്ഷേ രോഗം മാറും എന്ന നിലക്ക് അയാൾക്ക് അതിനോട് ഇഷ്ടമുണ്ട്. കയ്പ് കൊണ്ട് അയാൾക്ക് അതിനോട് വെറുപ്പുണ്ട്. പക്ഷെ രോഗം മാറും എന്നതുകൊണ്ട് അയാൾക്ക് അതിനോട് താല്പര്യം. അതുകൊണ്ടാണ് കുടിക്കുന്നത്. രണ്ടും ഒരുപോലെ ഒരു മുഅ്മിനിൻ്റെ മനസ്സിലുണ്ടാകാൻ യാതൊരു പ്രയാസവുമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ പറഞ്ഞതുപോലെ, നീ അഹ്ലുൽ ബിദ്അത്തിൻ്റെ കക്ഷികളെ ഒരു നിലക്ക് അള്ളാഹുവിൻ്റെ ശർഇൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ നിനക്ക് അവരോട് വിരോധമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ, അതേസമയം അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ, അവൻ്റെ വിധിയുടെ കണ്ണിലൂടെ നോക്കിയാൽ നിനക്ക് അവരോട് റഹ്മത്ത് തോന്നും, കരുണ തോന്നും. ഈ രണ്ട് നോട്ടം ഏത് വഴിപിഴച്ചവനെയും നോക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യുന്നത്? അവരുടെ ഹിദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവർ നന്മയിലേക്ക് വിളിക്കുന്നത് എന്തിനാണ്? നന്മയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഈ റഹ്മത്ത് സുബ്ഹാനല്ലാഹ് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വിശേഷിപ്പിച്ച മനോഹരമായൊരു പദമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് യോജിച്ച, അഹ്ലുസുന്നത്തിന് യോജിച്ച വളരെ മനോഹരമായ പദം ഇതാണ്. അഹ്ലുസുന്ന യഥാർത്ഥത്തിൽ അഅറഫുന്നാസി ബിൽ ഹഖ് വഅർഹമുന്നാസി ബിൽ ഖൽഖ്. അഅറഫുന്നാസി ബിൽ ഹഖ്, ജനങ്ങളിൽ ഏറ്റവും നന്നായി സത്യം മനസ്സിലാക്കിയവരവരാണ്. വഅർഹമുന്നാസി ബിൽ ഖൽഖ്, അല്ലെങ്കിൽ അർഹമുഹും ബിൽ ഖൽഖ്, പടപ്പുകളോട് ഏറ്റവും കരുണയുള്ളവരും അവരാണ്, ഏറ്റവും റഹ്മത്തുള്ളവരവരാണ്. ഇതാണ് അഹ്ലുസുന്ന. അതല്ലാതെ അഹ്ലുസുന്ന ക്രൂരന്മാരോ, അഹ്ലുസുന്നത്ത് ആളുകളെ ബോംബ് വെച്ച് കൊല്ലുന്നവരോ, ആളുകളെ ചതിപ്രയോഗം നടത്തുന്നവരോ അല്ല. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. മറിച്ച് ഇതാണ് അവരുടെ സ്ഥിതി. അവർ ഹക്കിന് വേണ്ടി നിലകൊള്ളും. അതൊരിക്കലും അവർ വിട്ടുകൊടുക്കുകയില്ല. അതിൽ വിട്ടുവീഴ്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പിന് അവർ തയ്യാറല്ല. അതോടൊപ്പം ആളുകളോട് അവർക്ക് റഹ്മത്തുണ്ട്. ഈ ഹക്കിലേക്ക് നിങ്ങൾ വരൂ. ഈ ഹക്കിന് വേണ്ടിയുള്ള യോജിപ്പും ഒരുമയുമാണ് നിലനിൽക്കുക എന്ന് മനസ്സിലാക്കിയവരാണ് അവർ. അതല്ലാതെ കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്കോ വേണ്ടിയുള്ള യോജിപ്പ് അത് താൽക്കാലികമാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള യോജിപ്പാണ് നിലനിൽക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ വഅല്ലഫ ബൈന ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കിയിരിക്കുന്നു. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. നബിയെ, താങ്കൾ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കമുണ്ടാക്കാൻ നബി അങ്ങേക്ക് സാധ്യമല്ല.
വലാകിൻ അല്ലാഹു അല്ലഫ ബൈനഹും, അള്ളാഹുവാണ് അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത്. നോക്കൂ നിങ്ങൾ, ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ, മദീനയിലെ ആളുകൾ വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധം നടത്തിയ ആളുകളെയൊന്നും. ബുആസ് എന്നു പേരുള്ള ഒരു യുദ്ധം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കില്ലാത്ത നഷ്ടങ്ങൾ വരുത്തിവെച്ച ശേഷമാണ് ഔസും ഖസറജും ഗോത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അവരെ കോർത്തിണക്കി. ജാഹിലിയത്തിൻ്റെ എല്ലാവിധ വംശീയതകളും ജാഹിലിയത്തിൻ്റെ എല്ലാവിധ കക്ഷിത്തങ്ങളും ഇസ്ലാം തൂത്തെറിഞ്ഞു. ഒരേ ഒരു മാനദണ്ഡം ഇസ്ലാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. അവരിൽ ഒരാൾ മശ്രിഖിലും മറ്റൊരാൾ മഗ്രിബിലുമായാലും, ഒരുവൻ ലോകത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിലും മറ്റൊരുവൻ ലോകത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിലായാലും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. ഒരു അതിർവരമ്പും അവരെ വേർതിരിക്കുകയില്ല, ഒരു കക്ഷിത്വവും അവരെ ഭിന്നിപ്പിക്കുകയില്ല. അവരുടെ സ്വപ്നങ്ങളൊന്നാണ്, അവരുടെ വേദനകളൊന്നാണ്. ഇതാണ് മുസ്ലിമീങ്ങൾ, ഇതാണ് മുഅ്മിനീങ്ങൾ. ലോകത്ത് ഇതുപോലെ വേറൊരു മാനദണ്ഡമില്ല. ലോകത്തെ ആളുകൾ വേലികെട്ടുണ്ടാക്കിയ അതിർവരമ്പുകളോ ഭാഷകളോ അതല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കാൻ സാധ്യമല്ല. അതെല്ലാം തന്നെ ജാഹിലിയത്തിൻ്റെ കക്ഷിത്തങ്ങളാണ് അതെല്ലാം. ഇതാണ് സുബ്ഹാനല്ലാഹ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ മാനദണ്ഡം, യഥാർത്ഥ സ്നേഹത്തിൻ്റെ മാനദണ്ഡം. അതാണ് അല്ലാഹു ഖുർആനിൽ എന്തു പറഞ്ഞത്? ഇന്നാ ഖലഖനാകും മിൻ ദക്രി വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും പടച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി നാം നിങ്ങൾ കബീലകളാക്കിയിരിക്കുന്നു, പല പല ഗോത്രങ്ങൾ, പല പല കുടുംബങ്ങൾ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യത കൽപ്പിക്കപ്പെടുന്നവൻ, ബഹുമാനം ലഭിക്കുന്നവൻ, അത്ഖാക്കും, നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് അവനാണ്. അതുകൊണ്ട് ഒരുവൻ്റെ ഈമാനിനും സാലിഹായ അമലിനും അനുസരിച്ചാണ് നമുക്ക് അവനോടുള്ള സ്നേഹം. അതിൽ കുറവ് വരുന്നതനുസരിച്ചാണ് സ്നേഹത്തിൽ കുറവ് വരിക. ഒരു മുഅ്മിൻ അവന് അബദ്ധങ്ങൾ സംഭവിച്ചാലും ഈമാനിൻ്റെ അടിത്തറ അവനിലുണ്ട് എന്നതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അടിത്തറ നമുക്ക് അവനോട് ബാക്കിയുണ്ട്. അവനിൽ പാപങ്ങളുണ്ട് എങ്കിലും ആ പാപങ്ങൾക്കനുസരിച്ചുള്ള അകൽച്ച നമുക്ക് അവനോടുണ്ട്. നമ്മൾ അവനെ തിരുത്താൻ ശ്രമിക്കും. ഈമാനാണ് സ്നേഹത്തിൻ്റെ അടിത്തറ. ഈമാനുണ്ട് എങ്കിൽ അവനിൽ പാപങ്ങളുണ്ട് എങ്കിലും ആ സ്നേഹത്തിൻ്റെ അടിത്തറ തമ്മിൽ ബാക്കിയുണ്ട്. എന്നാൽ അവനും സാലിഹായ അമലുകളും ഉള്ള മുഅ്മിൻ ഒരുപോലെയല്ല. സാലിഹായ അമലുകളുള്ള ശരിയായ പാതയിലുള്ള മുഅ്മിനീങ്ങൾ നമ്മളുമായി ഏറ്റവും അടുത്തവരാണ്. ഇതാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡം. മുഅ്മിനീങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ മിത്രങ്ങളെ സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് അവർക്ക് വിയോജിപ്പും അകൽച്ചയും വിരോധവുമാണുള്ളത്. അതാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച മാർഗം. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അനുവദിച്ച ഇടപാടുകൾ നമ്മൾ അനുവദനീയമാണെന്ന് പറയുന്നു. ഏതു പടപ്പിനോടും അവൻ നന്മയിലെത്തണം എന്ന ആഗ്രഹം നമ്മൾ വെച്ചു പുലർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഇങ്ങനെയാണ്. നോക്കൂ, ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശദീകരിക്കാൻ കൊണ്ടുവന്ന അടുത്ത ആയത്തുകൾ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സൂറത്തു നംലിലെ അതുപോലെ ബാക്കിയുള്ള സൂറത്തുകളിലെ ആയത്തുകൾ കൊണ്ടുവന്നതിന് ശേഷം സൂറത്തു ഗാഫിറിലെ ആയത്ത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ഷൈഇൻ സകലതിനെയും ഉൾക്കൊള്ളുന്ന, റഹ്മതൻ വ ഇൽമൻ കാരുണ്യവും അറിവുമുള്ളവനെ. നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് സകലതിനെയും ഉൾക്കൊള്ളുന്നതാണ്. നീ ഏത് റഹ്മത്ത് സങ്കല്പിച്ച് നോക്കിയാലും, ഏത് കാരുണ്യം നീ സങ്കല്പിച്ച് നോക്കിയാലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിൻ്റെ അപ്പുറത്താണ്. യാ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മ കുഞ്ഞിനെ കാണാതായി, ഓരോ കുഞ്ഞിനെ കാണുമ്പോഴും തൻ്റെതാണെന്ന് വിചാരിച്ച് എടുത്തു നോക്കുകയാണ്. ഒടുവിൽ തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി.
ആ സ്ത്രീയെ കാണിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ലിവലദിഹ. ഈ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള റഹ്മത്തിനേക്കാൾ അള്ളാഹുവിന് അവൻ്റെ അടിമകളോട് റഹ്മത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് സുബ്ഹാനല്ലാഹ് നിൻ്റെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ റഹ്മത്തുള്ളവനാണ്. അതുപോലെ അവൻ്റെ വിശേഷണമായി പറയപ്പെട്ടിട്ടുള്ളതാണ് ഹനാൻ. സൂറത്തു താഹയിൽ നമുക്ക് കാണാം, വഹനാനം മിൻ ലദുന്ന. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അനുകമ്പ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ പടപ്പുകളുടെ ഏറ്റവും റഹ്മത്തുള്ളവനാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യേണ്ടവനാണ്. അവൻ അള്ളാഹുവിനെ ഇതറിഞ്ഞാൽ റബ്ബിനെ അവൻ സ്നേഹിക്കുകയാണ് ചെയ്യുക, റബ്ബിലേക്ക് അവൻ അടുക്കാനാണ് ശ്രമിക്കുക. നോക്കൂ, നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം കേവലം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പഠിപ്പിക്കാൻ മാത്രമല്ല ഈ കിതാബ് എഴുതിയിട്ടുള്ളത്, മറിച്ച് അവൻ്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന വിശേഷണത്തെ ഒരുവൻ നിഷേധിച്ചാൽ, അള്ളാഹുവിന് റഹ്മത്തില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ ഈമാൻ സ്ഥിതി? അവൻ്റെ ഖൽബിൻ്റെ സ്ഥിതി എന്താ? അവൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അവൻ്റെ ഈമാനിന് പിന്നെ എന്ത് നനവാണ് ഉണ്ടാവുക? അങ്ങനെയുള്ള കക്ഷികളുണ്ട്, പിഴച്ച കക്ഷികൾ, മുഅ്തസിലത്ത്, അശാഇറ. ഇവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നിഷേധിക്കും. എന്തു പറയും? നേർക്കെയാണ് നിഷേധിക്കുകയല്ല, എല്ലാത്തിനും വ്യാഖ്യാനിച്ച് തള്ളുകയാണ് ചെയ്യുക. അവർ പറയും റഹ്മത്ത് എന്നാൽ ഉദ്ദേശം പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുക. ഏതുപോലെ കോപിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? കോപിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക. അപ്പോൾ എല്ലാ സിഫത്തും അവർ ഇറാദത്ത് എന്ന സിഫത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഉദ്ദേശിക്കുക എന്നത്. എന്തങ്ങനെ പറയാനുള്ളവരുടെ ന്യായം എന്തായിരിക്കും? അള്ളാഹു കരുണ ചൊരിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ന്യായം? അള്ളാഹു റഹ്മത്ത് ചൊരിയും എന്ന് പറയുന്നതിൽ, അള്ളാഹുവിന് റഹ്മത്തുണ്ട് എന്ന് പറയുന്നതിൽ അവർ കാണുന്ന പ്രശ്നം എന്തായിരിക്കും? അയ്യോ ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു പടപ്പുകളെ പോലെ ആയിപ്പോവും എന്നതാണ്. പടപ്പുകൾക്കാണ് റഹ്മത്തുള്ളത്. റഹ്മത്തുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു പടപ്പുകളെ പോലെ ആയിപ്പോവും. ശരി കൂട്ടരെ, നിങ്ങൾ പറയുന്നല്ലോ പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുക നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെ? പടപ്പുകൾ ഉദ്ദേശിക്കാറില്ലേ? അപ്പോൾ അവർ പറയും അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച ഉദ്ദേശം, പടപ്പുകളുടെ ഉദ്ദേശം പോലെയല്ല. കൂട്ടരെ, അത് തന്നെ നിങ്ങൾ റഹ്മത്തിന് പറഞ്ഞാൽ മതി, വേറെ യാതൊരു കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച കാരുണ്യം അല്ല. നോക്കൂ, റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, സകലതിനെയും ഉൾക്കൊള്ളുന്ന വിശാലമായ റഹ്മത്ത്. ഇത് ഏത് പടപ്പിനാണുള്ളത്? ഏത് പടപ്പിനാണ് ഇങ്ങനെയൊരു റഹ്മത്തുള്ളത്? അള്ളാഹുവിൻ്റെ കൈകൾ എന്ന് പറഞ്ഞാൽ അവർ പറയും അങ്ങനെ പറയാൻ പാടില്ല, ശക്തി എന്ന് പറയണം. കൈ എന്ന് പറഞ്ഞാൽ പടപ്പുകളെ പോലെ ആയിപ്പോയി. കുട്ടി, അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ളതാണ്, യദുല്ലാഹ് ഖുർആനിലുള്ളതാണ്. ആവർത്തിച്ച് നമ്മുടെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞ എന്താ? ആദം അലൈഹിസ്സലാമിനെ കുറിച്ച്, ലിമാ ഖലഖ്തു ബിയദയ്യ, എൻ്റെ ഇരു കൈകൾ കൊണ്ട് ഞാൻ പടച്ച ആദമിനെ. അപ്പോൾ ഇവർ പറയും കൈകളുണ്ടെന്ന് പറയാൻ പാടില്ല. വഹാബികളുടെ അള്ളാഹ് കൈകളുള്ള അള്ളാഹ്, യാ സുബ്ഹാനല്ലാഹ്. ഇത് ഖുർആനിൽ പഠിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ റബ്ബാണ്, അല്ലാതെ ഇത് വഹാബികളുടെ റബ്ബല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ റബ്ബാണ്. യദുല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്ത ആയത്താണ്. നബി ഒരിക്കലും എവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ഇത് അള്ളാഹുവിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. ശരി, ശക്തി എന്ന് പറഞ്ഞാൽ പടപ്പുകൾക്ക് ശക്തിയില്ലേ? അല്ല, അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച ശക്തി. ശരി, അള്ളാഹുവിൻ്റെ കൈകളും അതെ, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച കൈകൾ. വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, അള്ളാഹു പറയുകയാണ് അവൻ ഭൂമി മുഴുവൻ അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കും പരലോകത്ത്. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശങ്ങളെ മുഴുവൻ അവൻ തൻ്റെ വലതുകൈയിൽ ചുരുട്ടിപ്പിടിക്കും പരലോകത്ത്. ഇങ്ങനെ ഒരു കൈ നീ കണ്ടിട്ടുണ്ടോ? ആകാശങ്ങളെ മുഴുവൻ ചുരുട്ടിപ്പിടിക്കുന്ന ഒരു കൈ. അതാണ് പറയുക അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച കൈയാണത്. നിൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ നീ വലിച്ചെറിയൂ. നീ റബ്ബിനെ കണ്ടിട്ടില്ല, അതുപോലെ അള്ളാഹിൻ്റെ സിഫത്തുകൾ നീ കണ്ടിട്ടില്ല, അതുപോലെ വിശ്വസിക്കാതിരുന്നാൽ ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് ഈമാൻ ആണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവൻ അള്ളാഹിനെ പേടിയുണ്ടാവില്ല. റബ്ബിൻ്റെ ഖളബ്, അവൻ്റെ കോപം, അതിൽ വിശ്വസിക്കാത്തവൻ എങ്ങനെ അള്ളാഹുവിൻ്റെ കോപത്തെ പേടിക്കും? അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് വിശ്വസിക്കാത്തവൻ എങ്ങനെ ശരിക്കും ആ റഹ്മത്ത് പ്രതീക്ഷിക്കും? പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കാമെന്ന് പറയുന്നു, റഹ്മത്ത് പറയുന്നത് രണ്ടും ഒന്നാണ്. രണ്ടാണ്.
പ്രതിഫലം നൽകാൻ അവൻ ഉദ്ദേശിക്കും. അത് വേറെ സിഫത്താണ്. അള്ളാഹു ഉദ്ദേശിക്കാനല്ല, അവൻ്റെ വേറെ സിഫത്താണ്, വേറെ വിശേഷണമാണ്. റഹ്മത്ത് അവൻ്റെ വേറെ വിശേഷണമാണ്. അത് വിശ്വസിക്കാൻ നിർബന്ധമാണ്. ഖുർആനിൽ മുഴുവൻ ഓരോ സൂറത്ത് ഓതുമ്പോഴും ഇതേ മനുഷ്യൻ ഓതുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് അവൻ അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അതിൻ്റെ അപകടം എന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തന്നെ. നോക്കൂ, അടുത്ത ആയത്ത് ശൈഖുൽ ഇസ്ലാം ഉദ്ധരിച്ചത് വകാന ബിൽ മുഅ്മിനീന റഹീമ, അവൻ മുഅ്മിനീങ്ങളോട് റഹീമാണ്, കരുണ ചൊരിയുന്നവനാണ്. അതുപോലെ കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അവനുമേൽ റഹ്മത്ത് അവൻ നിർബന്ധമാക്കിയിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനുമേൽ റഹ്മത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറയുകയാണ് وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم. ഈ ആയത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ, അഥവാ അള്ളാഹു അവനുമേൽ റഹ്മത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ആയത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. നബിയെ വഇദാ ജാഅക الذين يؤمنون بآياتنا, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ നബിയെ അങ്ങയുടെ അരികിലേക്ക് വന്നാൽ ഫഖുൽ സലാമുൻ അലൈക്കും, അവരോട് പറയുക സലാമുൻ അലൈക്കും. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു അവനുമേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. കതബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഏതുപോലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് മുഅ്മിനീങ്ങളെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു റഹ്മ. അതുപോലെ അള്ളാഹു അവൻ്റെ അർശിനരികിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത്? ഇന്ന റഹ്മതി സബഖത് ഗളബി, എൻ്റെ റഹ്മത്ത് എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. കോപത്തെക്കാൾ മുന്നിലുള്ളത് എന്താണ്? റഹ്മത്താണ്. സുബ്ഹാനല്ലാഹ്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിഖീൻ എന്ന അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൽ പറഞ്ഞു, അള്ളാഹുവിനിഷ്ടം സഹോദര, നിന്നെ ശിക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനിഷ്ടം എന്താണ്? നിനക്ക് റഹ്മത്ത് നൽകാനാണ്. നിന്നെ നരകത്തിലാക്കുന്നതിനേക്കാൾ അള്ളാഹുക്ക് ഇഷ്ടം എന്താണ്? നിന്നെ സ്വർഗത്തിലാക്കാനാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതാണ്. നീ ചിന്തിച്ചു നോക്കുക അതേക്കുറിച്ച്. അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതാണ്. പക്ഷേ നീ അവൻ്റെ റഹ്മത്ത് വലിച്ചെറിഞ്ഞ് നിൻ്റെയും ശത്രുവായ പിശാചിൻ്റെ പിന്നാലെ പോയാൽ, അങ്ങനെ നീ ദൗർഭാഗ്യം സ്വയം വാങ്ങിയാലല്ലാതെ അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല. അതാണ് അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞു, വമാ ളലംനാഹും, നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെയാണ് അതിക്രമം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, മുഅ്മിനീങ്ങൾ ഓ നബിയെ താങ്കളുടെ അരികിലേക്ക് വന്നാൽ പറയുക സലാമുൻ അലൈക്കും, നിങ്ങളുടെ റബ്ബ് അവനുമേൽ റഹ്മത്ത് കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു. ബാക്കി നോക്കണം, നിങ്ങൾ ബാക്കി ശ്രദ്ധിക്കണം. അന്നഹു മൻ അമില മിൻകും സൂഅൻ, നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ദുശ്ചെയ്തി ചെയ്താൽ, ഒരു തിന്മ പ്രവർത്തിച്ചാൽ, ബിജഹാല, അവിവേകം കൊണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എത്ര അറിവുള്ള ആൾ തെറ്റ് ചെയ്താലും അപ്പോൾ അവൻ ജാഹിലായിരിക്കുന്നു. ആ കാര്യത്തിൽ അവൻ പ്രവർത്തിച്ച അവിവേകമാണ്. ജഹാലത്തിന് എപ്പോഴും അറിവില്ലായ്മ എന്ന് മാത്രമല്ല അർത്ഥം, അവിവേകം എന്നർത്ഥമുണ്ട് അതിന്. ബിജഹാലത്തിൻ, ജഹാലത്ത് കൊണ്ടൊരാൾ തിന്മ ചെയ്തു. അതുപോലെ കാര്യം തെറ്റാണെന്ന് അറിയാതിരിക്കുക മാത്രമല്ല, മറിച്ച് അതിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ച് ആ സമയത്ത് ചിന്തിക്കാതിരിക്കുക, അത് ജഹാലത്താണ്. അതല്ലാതെ ഒരു ഹറാമാണെന്ന് അറിയാതെ ഒരാൾ ചെയ്താൽ അയാൾക്ക് കുറ്റമേ ഇല്ല എന്നാണ്. അയാൾ പഠിക്കുന്നതിൽ വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല എങ്കിൽ, ഒരു ഹറാം ഒരാൾ ചെയ്തു, അയാൾക്ക് ഹറാമെന്ന് അറിയില്ല, അയാൾക്ക് കുറ്റമുണ്ടോ? കുറ്റമില്ല. ദീനിലെ നിയമം അങ്ങനെയാണ്. പഠിക്കുന്നതിൽ അയാൾ വീഴ്ച വരുത്തിയിട്ടില്ല എങ്കിൽ, അറിയാതെ ചെയ്ത അയാൾക്കറിയില്ല, അള്ളാഹു വെറുക്കുന്ന കാര്യമാണെന്ന് എന്ന് അയാൾക്ക് അറിയുമായിരുന്നെങ്കിൽ അയാൾ ചെയ്യുമായിരുന്നില്ല. നോക്കൂ, മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അക്കാര്യം. ദീനിൽ മഅലൂമുൻ മിനദ്ദീൻ ബിദ്ദറൂറ എന്ന് പറയപ്പെടുന്ന വിഷയങ്ങളുണ്ട്. അഥവാ ഏതൊരു മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ആ പറഞ്ഞതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഉദാഹരണത്തിന് കള്ളു കുടിക്കാൻ പാടില്ല എന്നത് ഏത് മുസ്ലിമിനും അറിയാവുന്ന കാര്യമാണ്. കൊലപാതകം പാടില്ല, വ്യഭിചാരം പാടില്ല. അതൊരാൾ അറിയാതിരിക്കണമെങ്കിൽ അയാൾ ഇസ്ലാമിനെ പറ്റി യാതൊരു ബോധവുമില്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ച് മുസ്ലിമായി അയാൾ അപ്പം തന്നെ മരിച്ചു പോയോ മറ്റോ ചെയ്തു, അതിനിടയിൽ അയാൾ മദ്യപിച്ചു, അങ്ങനെ എന്തെങ്കിലും സാങ്കല്പികമായ കാര്യങ്ങൾ ഉണ്ടാകേണ്ടി വരും. പറഞ്ഞു വന്നത് പൊതുവേ ദീനിലെ നിയമം എങ്ങനെയാണ്? ഒരാൾക്ക് ഹറാമാണെന്ന് അറിയാതെ ചെയ്തു പോയാൽ അയാൾക്ക് കുറ്റമില്ല.
ജഹാലത്ത് എന്ന് പറഞ്ഞാൽ അവിവേകം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വരും വരായികയെക്കുറിച്ച് ചിന്തിക്കാതെ ഒരാൾ തിന്മ ചെയ്തു. ആയത്ത് ശ്രദ്ധിക്കുക. നബിയെ പറയുക, ഒരാൾ സ്വന്തത്തോട് അവിവേകത്താൽ തിന്മ ചെയ്തു, സുമ്മ താബ മിൻ ബഅദ, അതിനുശേഷം അവൻ തൗബ ചെയ്താൽ, വഅസ്ലഹ, അവൻ നന്മ വരുത്തുകയും ചെയ്താൽ, ഫഅന്നഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ്, അവൻ പുറത്തു നൽകുന്നവനാണ്, അവൻ റഹീമാണ്, കരുണ ചൊരിയുന്നവനാണ്. അതും നബിയെ അവരെ അറിയിക്കുക. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിലൂടെ നമുക്ക് എന്തു മനസ്സിലാക്കാം? ഒരാൾ ചോദിക്കുകയാണ്, ഒരാൾ തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങിയാൽ, തൗബക്ക് അതിന് നിബന്ധനകളുണ്ട്, ആ തെറ്റ് ഒഴിവാക്കണം, അതുപോലെ അള്ളാഹുവിനോട് അതിൽ ഖേദിക്കണം, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണം, ഇനി ചെയ്യുകയില്ല എന്ന് ആ സമയത്ത് ആൾ തീരുമാനിച്ചിരിക്കണം. ഇങ്ങനെ ഒരാൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കാതിരിക്കുക എന്നത് സംഭവിക്കുമോ എന്നൊരാൾ ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. ഒരിക്കലുമില്ല. ഒരാൾ തിന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കാതിരിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിരിക്കുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുകയില്ല. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അൻ സയ്യിആത്ത്. അള്ളാഹു ആണ് അടിമകളുടെ തൗബ സ്വീകരിക്കുന്നവൻ, തിന്മകൾ പുറത്തു നൽകുന്നവൻ. അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന് റബ്ബ് പറഞ്ഞിരിക്കുന്നു, സ്വീകരിക്കാതിരിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, തൗബ സ്വീകരിക്കുമെന്നത് അള്ളാഹുവിൻ്റെ വാഅദാണ്, അവൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. മൂന്നാമത്തെ കാരണം, അള്ളാഹു അവന് മേൽ നിർബന്ധമാക്കിയതാണ് എന്ത്? അവൻ തൗബ സ്വീകരിക്കുമെന്നത്. കാരണം ഈ ആയത്തിൻ്റെ അർത്ഥമതാണ്. അവനുമേൽ അള്ളാഹു നിർബന്ധമാക്കിയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുമേൽ പടപ്പുകൾക്കൊന്നും നിർബന്ധമാക്കാൻ സാധ്യമല്ല. പക്ഷേ അവനുമേൽ പല കാര്യങ്ങളും നിർബന്ധമാക്കും. അതവൻ പടപ്പുകളോടുള്ള കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യത്താൽ ചെയ്യുന്നതാണ്. അള്ളാഹു അവനുമേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നോക്കൂ, ഒരാൾ തിന്മ ചെയ്ത് അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഈ ആയത്ത് നിങ്ങൾ ഇനി ഒന്നുകൂടി കേട്ടു നോക്കൂ. നിങ്ങൾ وإذا جاءك الذين يؤمنون بآياتنا, നബിയെ താങ്കളുടെ അരികിലേക്ക് നമ്മുടെ ആയത്തുകൾ വിശ്വസിക്കുന്നവർ വന്നാൽ, فقل سلام عليكم كتب ربكم على نفسه الرحمة لا إله إلا الله. എന്തൊരു ആശ്വാസത്തിൻ്റെ വാക്കുകളാണത്. മുഅ്മിനീങ്ങൾ വന്നാൽ നബിയെ പറയുക, സലാമുൻ അലൈക്കും, നിങ്ങൾക്കുള്ളത് സലാമത്താണ്, നിങ്ങൾക്കുള്ളത് രക്ഷയാണ്. എന്താണ് ഒരാൾ രക്ഷയില്ലാതായി പോകുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടലാണ്. പേടിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല, തെറ്റ് ചെയ്തു പോയി അറിവില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട്, സുമ്മ താബ മിൻ ബഅദിഹി, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, ഫഅന്നഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ടതില്ല. ഈ പറയപ്പെടുന്ന മുഴുവൻ ആയത്തുകളും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെക്കുറിച്ച്, റഹ്മത്തിനെക്കുറിച്ച് പറയുന്ന ആയത്തുകളും ഹദീസുകളും എല്ലാം മുഅ്മിനിനെ പ്രേരിപ്പിക്കുക തെറ്റ് ചെയ്യാനല്ല, തൗബ ചെയ്യാനാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഇത് കേട്ടാൽ അവർ അള്ളാഹുവിനോടുള്ള മഹബത്ത്, സ്നേഹവും വർദ്ധിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് നേടിയെടുക്കാനാണ് അവൻ പരിശ്രമിക്കുക. ബുദ്ധിയുള്ളൊരു മനുഷ്യൻ, ഇല്ലാത്തൊരുവനാണോ? ബുദ്ധിയില്ലാത്ത ആളുകൾക്കുള്ള അല്ല കിതാബും സുന്നത്തും. ബുദ്ധിയില്ലാത്ത ആളുകൾ ആരാണ് പരിഗണിക്കുക? ആരാണ് ബുദ്ധിയില്ലാത്തവൻ പരിഗണിക്കുക? ഇല്ല. ബുദ്ധിയുള്ളവൻ ഇങ്ങനെയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അവനിങ്ങനെയാണ് ചെയ്യുക. അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ പ്രതീക്ഷിക്കുകയും അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയുമാണ് ചെയ്യുക. ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ ഉദ്ധരിച്ച അടുത്ത ആയത്താണ് വല്ലാഹു ഗഫൂറുർ റഹീം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്. അള്ളാഹു പുറത്തു നൽകുന്നവനാണ്, അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ്. അവൻ്റെ മഗ്ഫിറത്ത് എന്നാൽ അവൻ തിന്മയുടെ അസർ മായ്ച്ചു കളയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങൾ മായ്ച്ചു കളയും. തിന്മയുടെ കറ അവൻ മായ്ച്ചു കളയും. ഗഫറയുടെ ശരിക്കർത്ഥം എന്താണ്? മായ്ച്ചു കളയുക എന്നാണ്. തടയുക എന്നാണ്. തടയുക, അതാണ് ഗഫറയുടെ അർത്ഥം. അഫ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുക. ഗഫറയുടെ അർത്ഥം ഒരു തടസ്സമുണ്ടാക്കുക. അതുകൊണ്ടാണ് പരിചക്ക് അല്ലെങ്കിൽ തലയിൽ അണിയുന്ന
പടത്തൊപ്പിക്ക് മിഗ്ഫർ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിന്മയുടെ അനന്തര ഫലങ്ങളിൽ നിന്ന് ഒരുവനെ കാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തിന്മയുടെ അനന്തര ഫലങ്ങളിൽ നിന്ന് ഒരുവനെ കാത്തുരക്ഷിക്കും. റബ്ബ് അതിൻ്റെ മോശമായ അടയാളങ്ങൾ മായ്ച്ചു കളയും. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് കൂടാതെ അവന് റഹ്മത്ത് നൽകുകയും ചെയ്യും, അവന് കരുണ ചൊരിയുകയും ചെയ്യും, അതിന് പ്രതിഫലവും നൽകും. നീ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ നിൻ്റെ തിന്മ മായ്ക്കപ്പെടുക മാത്രമാണ് ചെയ്യുക? അല്ല, അള്ളാഹുവിനോട് തെറ്റ് ചെയ്തു പോയി റബ്ബെ പുറത്തു നൽകണേ എന്ന് നീ റബ്ബിനോട് തേടിയാൽ അള്ളാഹു തിന്മ മായ്ച്ചു കളയുക മാത്രമല്ല ചെയ്യുക, നന്മ രേഖപ്പെടുത്തുകയും ചെയ്യും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കാരണം നീ ചെയ്തിട്ടുള്ളത് ഒരു സൽക്കർമ്മമാണ്, അല്ല പോരാ, അല്ലാഹു റബ്ബുൽ ആലമീൻ സന്തോഷിക്കുന്ന സൽക്കർമ്മമാണ് നീ ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി, അല്ലാഹു അവൻ്റെ അടിമയുടെ തൗബയിൽ സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ചതാണ് അവൻ്റെ സന്തോഷം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. കാരണം അവനാണ് തൗബ പഠിപ്പിച്ചത്, തൗബയിലേക്ക് വിളിച്ചത്. എന്നിട്ട് തൗബ ചെയ്താൽ, നീ തൗബ ചെയ്താൽ അവൻ തന്നെ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നോക്കൂ, അവൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ റഹ്മത്ത്, അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക. ഈ ഭാഗത്ത് ശൈഖുൽ ഇസ്ലാം ഉദ്ധരിച്ച അടുത്ത ആയത്ത്, ഈ ആയത്ത് വിശദീകരിച്ച് നമ്മൾ അവസാനിപ്പിക്കട്ടെ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. ഈ ആയത്തിൽ വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങളാണ്. ഒന്ന് അവൻ്റെ ഹിഫ്ള്, അള്ളാഹുവിൻ്റെ സംരക്ഷണം. രണ്ടാമത്തെ അവൻ്റെ റഹ്മത്ത്. റഹ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്നുകൊണ്ട് ആ ഭാഗം ആദ്യം പറയാം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അർഹമുർ റാഹിമീൻ എന്ന വാക്ക്. അർഹമുർ റാഹിമീൻ എന്താണ് അതിൻ്റെ അർത്ഥം? അർഹമു റാഹിമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവനവനാണ്. റഹ്മത്ത് ഉള്ള ആരൊക്കെ ഉണ്ടോ ഏറ്റവും റഹ്മത്തുള്ളവൻ ആരാണ്? അള്ളാഹുവാണ്. പടപ്പുകളുടെ ഒരാളുടെയും കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യം പോലെയല്ല, അവൻ്റെ റഹ്മത്താണ് ഏറ്റവും വലിയ റഹ്മത്ത്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളും അതിൻ്റെ അർത്ഥം നമുക്കറിയാം, പക്ഷെ അതിൻ്റെ കെയ്ഫി അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. റഹ്മത്ത് എന്നാൽ നമുക്കറിയാം. അതുകൊണ്ടാണ് റഹ്മത്തുള്ളവരുടെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവരെ അതിലേറ്റവും റഹ്മത്തുള്ളവൻ അള്ളാഹുവാണെന്ന് പറയുന്നത്. റഹ്മത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, മനസ്സിലായില്ല. അതിന് നിർവചനം പറയേണ്ട ആവശ്യമില്ല. റഹ്മത്ത് എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. കാരണം ചില കാര്യങ്ങൾക്ക് നിർവചനം പറഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം നശിക്കുകയാണ് ചെയ്യുക, ശരിക്കും മനസ്സിലാകാതെ പോവുകയാണ് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയണം മഹബ്ബ, സ്നേഹം, അതിന് നീ ഒന്ന് നിർവചിക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്ന എങ്ങനെ പറഞ്ഞാൽ നിർവചനങ്ങൾ പൊതുവെ ആ വാക്കിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് റളിയല്ലാഹു അൻഹും ദീൻ പഠിപ്പിച്ചു കൊടുത്ത് എങ്ങനെ ഓരോന്നിന് നിർവചനം പറഞ്ഞിട്ടാണോ? അല്ല. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അത് പഠിക്കുക? മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന നീലമുറമുള്ള വിശാലം, അങ്ങനെയാണ് ആകാശത്തെ പഠിക്കുക. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം, അതാണ് അതിൻ്റെ അർത്ഥം. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി, കടൽ എന്ന് പറഞ്ഞാൽ കടൽ. എല്ലാത്തിനും താരീഫ് പറഞ്ഞ്, നിർവചനം പറഞ്ഞ്, ഡെഫിനിഷൻ പറഞ്ഞ് പഠിക്കുക എന്നുള്ളതല്ല ശരിയായ രീതി. അത് ആളുകൾ പിന്നീട് ചില കാര്യങ്ങൾ ആവശ്യമായി വന്നപ്പോൾ ചില കാര്യങ്ങൾക്ക് പറയേണ്ടി വന്നത്. അതല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, വഅബ്ദുല്ലാഹ് വഹ്ദഹ്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം എന്താണ് അള്ളാഹ്ക്കുള്ള ഇബാദത്ത് എന്ന്. മുസ്ലിയാക്കന്മാർ ചോദിക്കാറുണ്ടല്ലോ, അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടൂ എന്ന് പറയുമ്പോൾ ആദ്യം പല മുസ്ലിയാക്കന്മാരും ചോദിക്കും, എന്താണ് ദുആഇൻ്റെ താരീഫ്, ദുആഇൻ്റെ നിർവചനം എന്താണെന്ന് പറയൂ. ഇതേ മുസ്ലിയാർക്ക് പൈസ കീസിലിട്ട് കൊടുത്തിട്ട് ഉസ്താദ് എന്ന് ദ്വാരക്ക് എന്ന് പറഞ്ഞാൽ നിർവചനം ഒന്നും ചോദിക്കില്ല, അപ്പോൾ ദ്വാരം തരും. അപ്പോൾ ആൾക്കറിയാനിട്ടൊന്നല്ല. പിന്നെയോ അത് ആളുകളെ വഞ്ചിക്കാനുള്ള ചോദ്യമാണ്. എന്താണ് ദുആൻ്റെ നിർവചനം? ദുആ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും എന്താ പ്രാർത്ഥന എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ആളുകൾ പഠിപ്പിച്ചത്. അതിന് താരീഫ് പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചാൽ. കാരണം ചില കാര്യങ്ങൾ മാറൂഫ്, അതെല്ലാവർക്കും അറിയാം എന്താണെന്ന്. എല്ലാത്തിനും നിർവചനം പറഞ്ഞാൽ അത് ആ നിർവചനം കൊണ്ട് അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. നിങ്ങൾ നോക്കൂ,
ഉദാഹരണത്തിന് ഇൽമിന് താരീഫ് പറയാറുണ്ട്. അറിവ് എന്താണ് അറിവിൻ്റെ നിർവചനം? അറിവിനെക്കുറിച്ച് നീ എന്ത് നിർവചനം പറഞ്ഞാലും അത് അറിയേണ്ടതുണ്ട്. അതെങ്ങനെ അറിയും? ഞാൻ പറഞ്ഞെങ്കിൽ ചിന്തിച്ചു നോക്കി നിങ്ങൾ. അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നൊരാൾ നിർവചിച്ചാൽ അതിൽ ഓരോ വാക്ക് മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് അതേക്കുറിച്ച് എന്ത് വേണ്ടി വരും? ഇൽമ് വേണ്ടേ? അറിവ് വേണ്ടേ? എങ്ങനെ നിർവചിക്കും? അപ്പം ആ നിർവചനം പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സഹാബത്തിന് ദീൻ പഠിപ്പിച്ചു അങ്ങനെയല്ല. അപ്പോൾ അത് ആളുകൾക്കറിയാം എന്താണെന്നുള്ളത്. റഹ്മത്ത് എന്താ, കാരുണ്യം എന്താ, ആളുകൾക്കറിയാം. റഹ്മത്ത് എന്താണ്, മഹബത്ത് എന്താ, അതറിയാം. എന്താണെന്ന് കോപം എന്ന് പറഞ്ഞാൽ എന്താ, അതറിയാം. അത് അർത്ഥം നമുക്കറിയാം. അള്ളാഹിൻ്റെ ഏത് സിഫത്തുകളെ കുറിച്ച് ഖുർആനിലും സുന്നത്തിൽ വന്നിട്ടുണ്ടോ അർത്ഥം നമുക്കറിയാം. അർത്ഥം അറിയില്ല എന്നല്ല, അർത്ഥം അറിയാം. എങ്ങനെയെന്നതാണ് അറിയാത്തത്. കൈഫിയത്ത് നമുക്കറിയില്ല. അള്ളാഹു നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ പോലെ ഒരുവനെയും നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹു എങ്ങനെയെന്ന് നമുക്കറിയില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. അള്ളാഹു ഉണ്ട് എന്നറിയാം, പക്ഷെ അള്ളാഹു എങ്ങനെയെന്ന് എനിക്കറിയുമോ? ഇല്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നിനക്കറിയാം. അള്ളാഹു പറഞ്ഞെന്ന വിശേഷങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശേഷങ്ങൾ, പക്ഷെ അതിൻ്റെ കൈഫിയത്ത് നമുക്ക് അറിയുകയില്ല. അള്ളാഹു ആ വിശേഷണങ്ങൾ ഉള്ളവനാണ് എന്ന് നീ വിശ്വസിക്കുക. അതിൻ്റെ ഉൾക്കാമ്പിനെക്കുറിച്ച് നിനക്കറിയുക സാധ്യമല്ല. അള്ളാഹു കരുണ ചൊരിയുന്നവനാണ്. അവൻ പടപ്പുകളിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. പടപ്പുകളെക്കാളെല്ലാം കരുണ ചൊരിയുന്നവനാണ് റബ്ബ്. പടപ്പുകളുടെ ഒരാളുടെയും റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പോലെ അല്ല. അർഹമുർ റാഹിമീൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ 4 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് അർഹമുർ റാഹിമീൻ എന്ന് 4 സ്ഥലത്ത്. 4ഉം അള്ളാഹുവിൻ്റെ നബിമാർ പറഞ്ഞതായിട്ടാണ് വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് സൂറത്തുൽ അറാഫിൽ മൂസ അലൈഹിസ്സലാം ദുആ ചെയ്തതായി അള്ളാഹു പറഞ്ഞു. ഖാല റബ്ബിഗ്ഫിർ ലി വലി അഖി വഅദ്ഖിൽനാ ഫി റഹ്മതിക് വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബിഗ്ഫിർ ലി, അള്ളാഹു നീ എനിക്ക് പുറത്തു നൽകണമേ. വലി അഖി, എൻ്റെ സഹോദരനും അഥവാ ഹാറൂൻ അലൈഹിസ്സലാമിനും. വഅദ്ഖിൽനാ ഫി റഹ്മതിക്, ഞങ്ങളെ നീ നിൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കണമേ. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. രണ്ടാമത്തത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സൂറത്ത് യൂസുഫിൽ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതായി വന്നത് കാണാം. യാക്കൂബ് നബിയോട് മകൻ യൂസുഫിനെ കൊണ്ടുപോയതിനു ശേഷം പിന്നെ കുറേ കാലം കഴിഞ്ഞ് ബിനിയാമിനെയും കൊണ്ടുപോകാൻ വേണ്ടി അവർ വന്ന് ചോദിച്ചത് കാണാം. അവർ ചോദിച്ചു വഇന്നാ ലഹു ഹാഫിദൂൻ, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ സംരക്ഷിച്ചോളാം. അപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയിൽ കാണാം ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനാണ്. വഹു അർഹമുർ റാഹിമീൻ, അവൻ റഹ്മത്ത് ചൊരിയുന്നവരിൽ ഏറ്റവും റഹ്മത്ത് ചൊരിയുന്നവനാണ്. മൂന്നാമത്തെ അതേ സൂറത്തിൽ യൂസുഫ് നബി പറഞ്ഞതായി കാണാം. സഹോദരങ്ങൾ ഒടുവിൽ വന്ന് യൂസുഫ് നബിയോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റാഹിമീൻ, അള്ളാഹു ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. അവൻ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. നാലാമത്തെ അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ ദുആയിലാണ് സൂറത്തു അൽ അംബിയായിൽ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബേ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, വഅൻത അർഹമുർ റാഹിമീൻ, നീ ഏറ്റവും റഹ്മത്ത് ചൊരിയുന്നവനാണ്, കരുണ ചൊരിയുന്നവരിൽ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ 4 സന്ദർഭങ്ങളിൽ 4 ആയത്തുകളിലാണ് ഖുർആനിൽ ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ ഏറ്റവും പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിനുള്ള വഴികളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആളുകളോട് റഹ്മത്ത് കാണിക്കുക, ജനങ്ങളോട് റഹ്മത്ത് കാണിക്കുക. ഒരു മുഅ്മിൻ അവൻ ഏറ്റവും റഹ്മത്ത് കാണിക്കുക അവന് ഏറ്റവും വേണ്ടപ്പെട്ടവരോടാണ്, അവൻ്റെ അടുത്ത ബന്ധുക്കളോട്, അത് കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകളോട്, ജന്തുക്കളോട് പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറയുകയാണ്, നബിയെ ഞാൻ ആടിനെ അറുക്കും, അപ്പോൾ എനിക്കതിനോട് റഹ്മത്ത് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വശാതു ഇൻ റഹിംതഹ റഹിമകല്ലാഹ്, നീ ആടിനോട് കാരുണ്യം കാണിച്ചാൽ അള്ളാഹു നിന്നോട് കാരുണ്യം കാണിക്കും. സുബ്ഹാനല്ലാഹ്. അറുക്കാൻ കൊണ്ടുപോകുന്ന ഒരു ജന്തുവിനോട് പോലും നീ അതിനോട് റഹ്മത്തോടെ പെരുമാറിയാൽ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്തായിരിക്കും
റഹ്മത്തിന് അള്ളാഹുവിങ്കലുള്ള സ്ഥാനമെന്ന് ചിന്തിച്ചു നോക്കൂ. മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞു റുഹമാഉ ബൈനഹും, അവർ പരസ്പരം റഹ്മത്ത് കാണിക്കുന്നവരാണ്. മസലു മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദിൽ വാഹിദ് ഇദാ ഇശ്തകാ മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം, അവരുടെ പരസ്പരമുള്ള ദയയിലും കാരുണ്യത്തിലും അനുകമ്പയിലുമെല്ലാം മസലുൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദാ ഇശ്തകാ മിൻഹു ഉദ്വുൻ, അതിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല പ്രയാസവും ബാധിച്ചാൽ തദാഅ ലഹു സായിറുൽ ജസദ്, ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അതിനോട് പ്രതികരിക്കും. ബിസ്സഹരി വൽ ഹുമ്മ, ഉറക്കമിളച്ചുകൊണ്ടും പനി ബാധിച്ചുകൊണ്ടുമല്ല. ഇതുപോലെയാണ് മുഅ്മിനീങ്ങൾ. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ഒരാളുടെ പ്രയാസത്തിൽ, ഒരു മുഅ്മിൻ്റെ പ്രയാസത്തിൽ നീ സന്തോഷിച്ചാൽ നിൻ്റെ ഈമാൻ ശരിയല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തം കാര്യത്തിൽ ഇഷ്ടപ്പെടുന്ന കാര്യം സഹോദരൻ്റെ കാര്യത്തിലും ഇഷ്ടപ്പെട്ടാലല്ലാതെ നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ മുഅ്മിനുകളാകുന്നത് വരെ, നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല പരസ്പരം സ്നേഹിക്കുന്നവരെ. ചില ഹദീസുകളിൽ കാണാം നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല പരസ്പരം റഹ്മത്ത് കാണിക്കുന്നത് വരെ. പരസ്പരം കരുണ കാണിക്കുക എന്നത് ഈമാനിൻ്റെ നിർബന്ധമായ അടയാളമാണ്, ഈമാൻ്റെ നിർബന്ധമായ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാകാനുള്ളൊരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. നോക്കൂ, സലഫുകൾ, മുൻഗാമികൾ, അവർ അവനവൻ്റെ കാര്യത്തിന് ദുആ ചെയ്യുമ്പോൾ തൻ്റെ സഹോദരൻ്റെ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എന്താണ്? മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ അള്ളാഹു മലക്കിനെ തലക്കരികിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. എന്ത് ദുആ ചെയ്യാൻ? ആമീൻ വലക ബിമിസ്ൽ, ആമീൻ നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇത് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി നീ ദുആ ചെയ്താൽ മാത്രമല്ല ബാധകം, മറിച്ച് നീ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒന്നായിട്ട് ദുആ ചെയ്താലും ബാധകമാണ് എന്ന്. ഒരാൾ പ്രാർത്ഥിക്കുക അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, എന്താ പ്രതിഫലം? മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും എണ്ണത്തിലാണ് പ്രതിഫലം. അവരുടെ മുഴുവൻ എണ്ണം പ്രതിഫലം നിനക്കും ലഭിക്കാറ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് നീ തേടിയിരിക്കുന്നു. അതുപോലെ മുസ്ലിമീങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ മക്കളെ സംരക്ഷിക്കാൻ അത് കാരണമാവും. മുസ്ലിമീങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ, അവരുടെ ലജ്ജയും അവരുടെ ഇസ്ലാമികമായ മര്യാദകളും പാലിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് ചെയ്യാൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നിൻ്റെ സ്ത്രീകളെ സംരക്ഷിക്കാൻ അത് കാരണമാകും. എങ്ങനെയാണോ നീ മറ്റുള്ളവർക്ക് വേണ്ടി പെരുമാറുന്നത് അതുപോലെ നിനക്ക് ലഭിക്കുമെന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, സൂറത്തു നിസായിൽ അള്ളാഹു പറഞ്ഞു വലിയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ضعافا ഖാഫു അലൈഹിം ഫലിയത്തഖുല്ലാഹ് വലിയഖൂലു ഖൗലൻ സദീദ. തൻ്റെ ദുർബലരായ മക്കളെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്നത് പേടിയുണ്ട് എങ്കിൽ നീ പെട്ടെന്ന് മരിച്ചു പോവുക. ചെറിയ കുട്ടികൾ ആരുമില്ലാതെ ഇങ്ങനെ കഴിയുക, എന്തായിരിക്കും അവരെക്കുറിച്ചുള്ള നിൻ്റെ ചിന്ത? അവരാളുകൾ ദ്രോഹിക്കുന്നത്, അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, നസ്അലുല്ലാഹു അൽ ആഫിയ വസ്സലാമ. അള്ളാഹു നമ്മളെ നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ എന്തെങ്കിലും നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വലിയഖൂലു ഖൗലൻ സദീദ, നേരായ വാക്ക് പറയുക. അതായത് മറ്റുള്ള കുട്ടികളുടെ കാര്യത്തിൽ നീ ഈ റഹ്മത്തും നിൻ്റെ ഈ വിചാരവും നിൻ്റെ ഖൽബിലുണ്ടായിരിക്കുക. അവർക്ക് വേണ്ടി നന്മ നീ വിചാരിക്കുക. അതുപോലെ അവരുപദ്രവിക്കാതിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലുത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ രണ്ടുപേരുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് മേൽ ഇതാ കുടുങ്ങിയ വഴിയാണത്, കുടുസായ വഴിയാണത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിൽ നിങ്ങൾക്ക് വിശാലതയില്ല എന്ന് പറഞ്ഞാൽ അതിൽ വളരെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് സ്ത്രീകളുടേതും മറ്റൊന്ന് യതീമുകളായ കുട്ടികളുടേതുമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട്
ആളുകളോട് റഹ്മത്ത് കാണിക്കുക, പ്രത്യേകിച്ച് കീഴിലുള്ളവരോട്, മക്കളോട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, മല്ലം യുവഖിർ കബീറന വലം യർഹം സഗീറന ഫലൈസ മിന്ന. നമ്മിലെ പ്രായമേറിയവരോട് ബഹുമാനം കാണിക്കാത്തവർ, നമ്മിലെ കുട്ടികളോട്, പ്രായം കുറഞ്ഞവരോട് റഹ്മത്ത് കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. ചില പ്രായമേറിയ ആളുകൾ അവർ ചെറുപ്പക്കാരായ മക്കളോട്, ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഒരു 15 20 അതിനെ ചുറ്റിപ്പറ്റിയോ പ്രായമുള്ള കുട്ടികൾ അള്ളാഹുവിൻ്റെ ദീൻ പാലിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അവരെ പരിഹസിക്കുന്നത് കാണാം, അവരെ കളിയാക്കുന്നത് കാണാം, അവരെന്തോ ശല്യമാണ് എന്നതുപോലെ അവരുടെ സ്വന്തം വീട്ടുകാർ വരെ പെരുമാറുന്നത് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ അവരെ കൊണ്ടായിരിക്കും അള്ളാഹു നിങ്ങളെ കാക്കുന്നത്. അള്ളാഹു നിങ്ങളെ ഭൂമിയിലേക്ക് താഴ്ത്തി കളയാതെ സംരക്ഷിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ എടുത്തുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ അപകടങ്ങൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ മക്കളെ നിങ്ങൾ അവരെ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ഏറ്റവും ചുരുങ്ങിയത്. നിങ്ങളുടെ ബാധ്യത യഥാർത്ഥത്തിൽ ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കലാണ്. നല്ല മക്കൾ താടിയൊക്കെ വളർത്തി ബിരിയാണി മുകളിൽ വസ്ത്രമൊക്കെ ധരിച്ച് സ്ത്രീകളുമായുള്ള ഇടപാടിലൊക്കെ സൂക്ഷ്മത പാലിച്ച് 5 നേരം പള്ളിയിൽ പോയി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുക. നീ കുതിരയെയോ ഒരു പടയാളിയെയോ കുതിരപ്പടയെയോ കാലാൽപ്പടയെയോ ഒന്നും നയിക്കാതെ നിൻ്റെ ഒരു പ്രയത്നവുമില്ലാതെ നിൻ്റെ മക്കൾ നന്നായി കിട്ടിയാൽ, ചില വീട്ടിലെ കുട്ടികൾ ഒരു ദീനുമില്ലാത്ത വീട്ടിൽ നിന്ന് ചില കുട്ടികൾ ദീൻ എങ്ങനെയൊക്കെയോ പഠിച്ച് മനസ്സിലാക്കി വരുന്നത് കാണാം. അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ട് അവർ അൽഹംദുലില്ലാ അവർ ദീൻ സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക, അവരെ സഹായിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഉപദ്രവിക്കാതിരിക്കുക. അവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ അവരുടെ ദീനിനെ പരിഹസിക്കുന്നത് കാണാം. ദീനിനെ പരിഹസിക്കുക വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ, ചെറിയ കുട്ടികളെയും മുകളിലുള്ള കുട്ടികളെ റഹ്മത്ത് അവരോട് കാണിക്കുക. അതുപോലെ അവരിൽ അബദ്ധങ്ങളിൽ അകപ്പെട്ട ദീൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികളോടും അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ പ്രായമേറിയവർ ശ്രദ്ധിക്കുക. അവരെ പരിഹസിക്കാതെ, അവരെ അകറ്റി നിർത്താതെ പറഞ്ഞടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ മക്കൾ പലപ്പോഴും എന്തെങ്കിലും തെറ്റുകളിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ വാക്കുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടാൽ ഇൻഷാ അല്ലാഹ് പലപ്പോഴും അവർ തിരിച്ചു വരും. ഇളം പ്രായമാണ്, ചെറിയ പല കറകളും വീണിട്ടില്ലാത്ത, അഹങ്കാരം പോലെയുള്ള, താൻപോരിമ പോലെയുള്ള പലതും വന്നു ചേർന്നിട്ടില്ലാത്ത ഹൃദയങ്ങളായിരിക്കും പല ചെറുപ്പക്കാരുടേതും. അതുകൊണ്ട് അവരോട് റഹ്മത്ത് കാണിക്കുക, അവരെ ദീനിലേക്ക് വിളിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ പടപ്പുകളോട് റഹ്മത്ത് കാണിക്കുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.